നമുക്ക് പിരിയാന്നാ. പോയി മരിക്കടാ. നീ ഇന്നു മുതൽ എന്റെ കൂടെ കൂടിക്കും, ശിക്ഷനായിട്ട്. ആകെ അടിമുടി ഒന്ന് മാറണം. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പനയില്ല. ഇവളാള് കൊള്ളാമല്ലോ. ഒരു ദിവസം എനിക്ക് അവനെ വെളിച്ചത്ത് കിട്ടും. എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയണം. എന്താ പേര്? മിൻമിനി ആള് കൊള്ളാലോ. എവിടെയോ നമ്മൾ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. പീഡകനെത്തി. മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ വന്ന് 10 മിനിറ്റ് ആയിട്ടില്ല. അതിനു മുമ്പ് എന്താ ശ്രമം ഇയാളി കാണിക്കണേ? അവൻ ആ പെൺകുട്ടികളെന്തോ വൃത്തിയായിട്ട് കാണിച്ചാ. എറണാകുളത്ത് പോർക്കും കൂടുന്ന പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് പാമ്പ് രവി ആരാന്ന് നീ അന്വേഷിക്കടാ. ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ നിന്നെ തേച്ചിട്ട് പോയി പെണ്ണുള്ളത്. നടക്കണ വഴി കൂടെ വണ്ടി ഉരുട്ടി കളിക്കുന്നത്. വായി നോക്കി ചന്തക്ക് പോണ പോലെ ചട്ടിയും വെട്ടം കൊട്ടായിട്ട് ഇറങ്ങിയിരിക്കുക. എന്നെ ആ ജംഗ്ഷൻ വരെ ഒന്ന് കൊണ്ടാക്കൂ. അങ്ങനെ നിക്കണം. ഇതൊക്കെയാണ് എല്ലാരും വരുമോ? കൊതിപ്പിക്കല്ലേ ഭഗവാനെ. ഇത് തന്നെ അവസരം. വന്നു ഞാൻ. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്, പുല്ലുവില. ശ്വേത എന്ത് കോലാടിയത്? ഇത്തിരി വൃത്തിയുള്ള എന്തെങ്കിലും ഇട്ടൂടെ നിനക്ക്? ഇതിപ്പോ ട്രെൻഡാ പയ്യ. ഒന്ന് തരുന്ന ഒരു ട്രെൻഡ്. അയ്യോ, സത്യമായിട്ട് തന്നെ അന്വേഷിച്ചുള്ള വരവ് തന്നെ. എന്നെ ഇങ്ങനെ കണ്ടാലും അവർ പൊക്കൂല. അവൻ തേടി വന്ന ഇന്ത പാച്ചി നാട് വിട്ട് പോയാച്ചിന്ന്. അവരിങ്ക ഇല്ലേ, അവരിന്റെ ഊരെ വിട്ട് പോയാച്ചി. നിക്കണേ. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. പെങ്ങളൂട്ടി പൊക്കോ. യുവമാരൊന്നും ശരിയല്ല, പൊക്കോ. നോക്കി പേടിപ്പിക്കുന്നു. ആണുങ്ങളില്ലാത്ത നേരം നോക്കി വീട്ടിൽ കയറി പോക്കത്തിനെ കാണിച്ചാലുണ്ടല്ലോ. നീ ആണല്ലെന്നറിയാം. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം.